ഹായ് ഓൾ, ഇന്ന് ഞാൻ നല്ല കുറുന്നനെയുള്ള ഒരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് കടല തലേ ദിവസം കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ ആകുമ്പോൾ നേരെ കുക്കർ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പം ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും അതോടൊപ്പം തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇത് നന്നായി ഒന്ന് വഴന്നു വരുമ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മതി, കുറച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചതക്കുക. ചതച്ചതിന് ശേഷം അതും കൂടെ ഇതിലത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കൂടെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2-2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ ഗരം മസാല ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ ആയിട്ട് ചേർക്കാം. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാ പൊടികളും ചേർത്തതിന് ശേഷം ഗരം മസാലയാണത്, എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി എടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പം ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കടല ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ അടച്ചിട്ട് ഒരു 3-4 വിസിൽ, കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമ്മൾ അടച്ചിട്ട് ഒരു 3-4 വിസിൽ, അത് നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല കുറുന്നനെ ആവേണ്ടി അതിനാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയുടെ അരപ്പ് ചേർക്കണം. കൂടെ ഒരു ടിപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് തേങ്ങ, കുറച്ച് പെരിഞ്ചീരകം, കറിവേപ്പില, അതിലേക്ക് കുറച്ച് നമ്മൾ വേവിച്ച ഈ കടലേന്ന് കുറച്ച് കടലയും ആ കുറച്ച് കറിയും കൂടെ എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് പറ്റ ചൂടോടെ അരക്കാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. പെരിഞ്ചീരകം സ്കിപ്പ് ചെയ്യരുത്, ഈ കടല ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോഴാണ് നല്ല തിക്കായിട്ട് നല്ല ഫ്ലേവറായിട്ട് വരും. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇത്ര തിക്നെസ് ആവശ്യമില്ലെങ്കിൽ കുറച്ചൊരു വെള്ളം ചേർത്താൽ മതി. തേങ്ങ അരയ്ക്കുമ്പോൾ അതെല്ലാം നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നല്ല അടിപൊളി കടലക്കറിയാണ്. പൂരിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ശരി, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.